ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചോളം ചുട്ടെടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സ്വീറ്റ് കോൺ ചുട്ട് എടുക്കാം. നമുക്ക് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് തന്നെ ചുട്ടെടുക്കാം. അതിൽ കുറച്ച് മസാലയൊക്കെ ചേർത്ത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പം ഞാനിവിടെ 2 ചോളമാണ് എടുത്തിരിക്കുന്നത്, 2 സ്വീറ്റ് കോണിൻ്റെത്. അതിൻ്റെ തൊലിയെല്ലാം നല്ലതുപോലെ പൊളിച്ച് കളയണം. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സ്വീറ്റ് കോൺ. സ്വീറ്റ് കോൺ വാങ്ങിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ 2 ചോളം കാണിച്ചു തരാം. ഇതും നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പക്ഷേ ഇതൊട്ടും കൊള്ളില്ല. ഇത് കാണുമ്പോൾ തന്നെ അറിയാതെ അങ്ങ് പ്രസ് ചെയ്തിട്ടിരിക്കുകയാണ്, അങ്ങ് അമുങ്ങിപ്പോയി അതെല്ലാം. അതുമല്ല അത് ഡ്രൈ ആയി, ഒത്തിരി ഡ്രൈ ആയിട്ട് അതിൽ ഒന്നുമില്ല, വെള്ളമൊന്നും ഇല്ലാണ്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ചുട്ടെടുത്താലും അതിനകത്തുനിന്ന് ഒന്നും കിട്ടില്ല, അതിൻ്റെ തോട് മാത്രമേ അതിനകത്തുള്ളൂ, അതിനകത്ത് ഉള്ളിലൊന്നുമില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒത്തിരി ഹാർഡായിരിക്കും. ശരിക്കും നല്ല സോഫ്റ്റായിട്ടുള്ള സ്വീറ്റ് കോൺ തന്നെ നോക്കിയെടുക്കണം. പിന്നെ അതൊരു പ്രത്യേക ഭംഗിയായിരിക്കും. ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് കോൺ കാണുമ്പോൾ നല്ല ഉരുണ്ട ഒരു മുത്ത് പോലെയൊക്കെ ആയിരിക്കും അത് ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ഗ്യാസിൻ്റെ സ്റ്റൗവിൻ്റെ മുകളിൽ ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അതിനുശേഷം 1-2 മിനിറ്റ് കഴിയുമ്പോൾ തീ കുറച്ച് വയ്ക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ചുട്ടെടുത്താൽ മതി. അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദൂരേക്ക് മാറി നിന്നിട്ട് വേണം നമ്മളത് തിരിക്കുകയും മറിക്കുകയും ചെയ്യാനായിട്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അടുത്ത് നിർത്തരുത് കേട്ടോ, അത് പല ഭാഗത്തേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് വരും. നമ്മുടെ സ്റ്റൗവൊക്കെ ചെറുതല്ല, അപ്പോൾ അതുകൊണ്ട് ചോളത്തിന് എല്ലാ ഭാഗത്തേക്കും ആ ചൂട് കിട്ടുന്നതും അതുപോലെ ചുട്ട് വരാൻ വേണ്ടിയിട്ട് ആ കോൺ തിരിച്ചും മറിച്ചും എവിടേക്കാണ് ചൂട് വരാത്തത് അവിടെ എല്ലാം അത് നോക്കിയിട്ട് വേണം തിരിച്ചും മറിച്ചും വയ്ക്കാനായിട്ട്. പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പോൾ ചോളം വാങ്ങിച്ചിട്ട് നമ്മളിപ്പോൾ അന്ന് തന്നെ നമ്മൾ ചുട്ടെടുക്കുന്നില്ലെങ്കിൽ അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് നമുക്ക് ചുട്ടെടുക്കാം. പുറത്ത് വയ്ക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ഈ ചോളം പിന്നെയും ഡ്രൈ ആയിപ്പോവും. അപ്പോൾ കോണിങ്ങനെ ഒത്തിരി ഡാർക്കായിട്ട് അങ്ങ് കരിഞ്ഞു പോകുന്ന ആ പാകത്തും വരെ നമ്മൾ ചുട്ടെടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ഇവിടെയൊക്കെ ഒരു കോണിൻ്റെ കളറൊക്കെ ഒന്നും മാറില്ല. ആ സമയമാകുമ്പോൾ തന്നെ കോൺ ഏകദേശം ചുട്ട ഒരു പാകത്തിലേക്കായിട്ടുണ്ടാവും. അപ്പോൾ ചോളം ചുട്ടത് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ എല്ലാ ഭാഗത്തും ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി ഞാനിത് തീന്ന് മാറ്റുവാണ്. ഇനി ചോളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു മസാല ഉണ്ടാക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഉപ്പ് ആവശ്യത്തിന് കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂണേക്കാളും പകുതി അളവിൽ എടുത്താൽ മതി ഉപ്പ്. പിന്നീട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ചാട്ട് മസാലയാണ്. ചാട്ട് മസാല 1/2 ടീസ്പൂൺ. ബ്ലാക്ക് സോൾട്ട് അതും 1/4 ടീസ്പൂണിൻ്റെ പകുതി മതി. അതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്യണം. കുറച്ച് ബട്ടർ, ഒരു 1.5 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂൺ ബട്ടർ വേണം. പിന്നീട് നാരങ്ങ, അത് പുളിക്കനുസരിച്ച് 1 അല്ലെങ്കിൽ 2 എടുക്കാവുന്നതാണ്. ഇപ്പോൾ ചോളം ചുട്ടത് ഞാൻ ഓർമ്മയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ തന്നെ ഈ നാരങ്ങയുടെ നീര് നല്ലതുപോലെ കോണിലേക്ക് തേച്ച് പിടിപ്പിക്കുകയാണ്. ഈ നാരങ്ങയും കൊണ്ട് തന്നെ ആ മസാല എടുത്തിട്ട് മസാല നല്ലതുപോലെ കോണിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കണം.
ഇപ്പോൾ മസാല എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ച ശേഷം ബട്ടർ എടുത്തിട്ട് ഇതേപോലെ തന്നെ ബട്ടറും ഈ നാരങ്ങയും കൊണ്ട് തന്നെയാണ് ബട്ടർ എടുക്കണത്. എന്നിട്ടത് എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ മസാലയും അതേപോലെ തന്നെ ബട്ടറുമൊക്കെ ഈ കോണിൻ്റെ മുകളിൽ തേച്ച് പിടിപ്പിക്കുമ്പോൾ ആ നാരങ്ങ നല്ലതുപോലെ നമ്മൾ ഇങ്ങനെ ഞെക്കിയിട്ട് വേണം തേക്കാനായിട്ട്. അപ്പോഴാ നാരങ്ങയിലുള്ള നാരങ്ങ നീരും കൂടി ഈ മസാലയുടെ കൂടെയും ആ ബട്ടറിൻ്റെ കൂടെയും കൂടെ മിക്സായി ആ കോണിലേക്ക് നല്ലതുപോലെ അങ്ങ് ചേരും. അപ്പോൾ നല്ല ടേസ്റ്റാണ് അന്നേരം കഴിക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ മസാല 3 കോണിനുള്ള മസാല ഉണ്ടാവും. ഇപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോളം നമ്മൾ ചുട്ടെടുക്കുക. അധികം മൂത്ത് പോകാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ചോളമൊക്കെ ചുട്ടെടുത്ത് കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. അത് നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ജ്യൂസി ആയിരിക്കും.